നോക്കൂ ഗൈസ്, നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ തക്കാളിയും കായ്ച്ചിരിക്കുകയാണ്. ഒന്നും രണ്ടും കായ്കളെന്നല്ല, കണ്ടമാനം കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഒരുപാട് കായ്കൾ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വെണ്ട ഇപ്പം നമ്മൾ 2 വിത്താക്കി, പിന്നെ ഒരെണ്ണം വിത്തിന് വേണ്ടി നിലനിർത്തിയിട്ടുണ്ട്. കണ്ടോ, ഈ വെണ്ട ചെടി ഏകദേശം പണി തീരാറായി. ഇപ്പോൾ കായ്ക്കുന്നതൊക്കെ വളരെ ശുഷ്കിച്ച രീതിയിലാണ് കായ്ക്കണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വിത്ത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇനി മെല്ലെ ഒഴിവാക്കാൻ പോവുകയാണ്. ഇനി വലിയ കായ്ബലം കുറഞ്ഞു ഇതിൻ്റെ. പിന്നെ അതുപോലെ തന്നെ മുളക് നമ്മൾ കുത്തിയിട്ട് ചെറുതായിട്ട് പിഴച്ചു. കാരണം എന്താ വെച്ചാൽ നമ്മളത് ഇങ്ങനെ പിടിക്കുമെന്ന് വിചാരിച്ചില്ല, എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് വെറുതെ ഇട്ടതാ, എല്ലാം മുളച്ചു. പക്ഷെ എന്നാലും ഇതിലൊക്കെ മുളകിൻ്റെ ഉണ്ടായിട്ടുണ്ട്. ഇത് അങ്ങാടി മുളകാണ്, ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഉള്ളിലൊക്കെ. അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ ഈ മുളകും തൈ കുഴിച്ചിടാൻ പോവുകയാണ്. ഇതൊക്കെ അത്ഭുതം എന്താ വെച്ചാൽ എല്ലാം ചെറിയ ചെറിയ ഗ്രോ ബാഗിലാണ്. ഇത് കണ്ടപ്പോൾ ചീരപ്പം ഇന്നിപ്പോൾ നമ്മൾ വിളവെടുപ്പിന് പൊട്ടിച്ചിട്ടേ ഉള്ളൂ. ഇന്നിപ്പോൾ അത്യാവശ്യം കറി ഉണ്ടാക്കാനുള്ള ചീര ഉണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മീതെ നിന്ന് പൊದ್ದು വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തക്കാളിയുടെ നമ്മളൊരു ചെറിയ ചെടിച്ചട്ടിയിൽ ഒരു തൈ വെച്ചതാണ് തക്കാളിയുടെ. ഇത് കണ്ടോ, അപ്പോൾ ഇത് കഴിച്ചു. ഇതും ഇതുപോലെ കുറച്ചൊന്നല്ല, കണ്ടമാനം കഴിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ ആളുകൾ ഇതെന്താ 4, 5 ഇതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പുച്ഛിച്ച്. അപ്പോൾ ചീര വീണ്ടും നമ്മൾ കുഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു അതിൻ്റെ തന്നെ ഒരു വെണ്ട വിത്ത് ഒരെണ്ണം കൂടി നമ്മൾ കുഴിച്ചിട്ടുണ്ട്. നല്ല ഭയങ്കര വലുപ്പത്തിലുണ്ടാകുന്ന വെണ്ടയാണ് ഇതിൻ്റെ. ഭയങ്കര കണ്ടോ, വിത്തുകൾ നല്ല പാകമായി. നമ്മൾ കുഴിച്ചിട്ട പയർ ഏകദേശം ഇതിൻ്റെ വെടി തീർന്ന്. ഇനിയിപ്പോൾ ഇതൊന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട. മാത്രമല്ല ഇതുകൊണ്ട് നമ്മളെയൊക്കെ കൂടുതൽ ഗുണം ഉണ്ടായിട്ടുള്ള അണ്ണാർക്കണ്ണനാണ് കണ്ടമനം കൊണ്ടുപോയി തിന്നിറക്കണത്. അപ്പോൾ പയറിൻ്റെ പരിപാടി അവിടെ തീർന്നുകൊണ്ട് അപ്പം ഉണ്ടാവണമൊക്കെ ശുഷ്കിച്ചും കൊണ്ടാണ്. അത് നമ്മൾ ചെടി പറിക്കാൻ പോകുക. അതുപോലെ തന്നെ അമര ഇഷ്ടംമാതിരി നമുക്ക് തന്നു, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇലകൾക്കൊക്കെ എന്തൊക്കെയോ സൂക്കേട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ വേപ്പിൻ പിണ്ണാക്ക് ഇട്ടു, വേപ്പിൻ്റെ തൈലം ഉണ്ടല്ലോ, അതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു. പക്ഷെ ഒന്നും കാര്യം ഉണ്ടായില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അതുപോലെ ഈ ചെടി ഇതിലത്തെയും വെടി തീർന്നു. ഇപ്പം നമ്മൾ പുതിയ സെറ്റ് പയർ കാര്യങ്ങളൊക്കെ ഇവിടെ കുഴിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ശാസ്ത്രീയമായ രീതിയിൽ പടരാൻ സെറ്റപ്പുള്ള ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഇട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം പടർന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ, ചെറുതായി എല്ലാം പടുത്തിപ്പോൾ അമരയാണ്. എല്ലാം കുറ്റിപ്പറ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും പടർന്ന് ഒന്നും ഇതായിട്ടില്ല, പടരാതിരുന്നിട്ടില്ല. അപ്പോൾ എന്നാലും ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കയ്പ്പയ്ക്ക കായ്ച്ചിട്ടുണ്ട് കണ്ട. അതുപോലെ ഇഷ്ടംപോലെ പൂവിട്ടിട്ടുണ്ട്. കയ്പ്പയ്ക്ക ഞങ്ങൾ പ്രതീക്ഷിക്കണ പോലെയുള്ളൊരു ഇത് കാണാനില്ല. അപ്പോൾ ചെറിയ ചട്ടിയിൽ കുറച്ച് കാര്യങ്ങൾ കുറവാണ്. കുറച്ചും കൂടി വലിയ ചട്ടിയാണ് നല്ലതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പച്ചക്കറി തോട്ടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ ഇന്ന് കിട്ടുന്നുണ്ട്. കാരണം തക്കാളിയായി, കയ്പ്പയ്ക്കായി, അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും, പയറുണ്ട്, അമരുണ്ട്. അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് എടുക്കാൻ പറ്റുന്നുണ്ട്.